ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ട്രേഡ്സ് SL ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ബിറ്റ് കോയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു ട്രേഡ്സ് ഓൾറെഡി പറഞ്ഞിരുന്നത് മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് എത്തിയാൽ 64,700 റേഞ്ചിലേക്ക് എത്തിയാൽ ഷോർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. മാർക്കറ്റ് എക്സാക്റ്റ് 64,700 റേഞ്ചിലേക്ക് എത്തുകയും അവിടെ മാർക്കറ്റ് നല്ലൊരു ഫോൾ തരുകയും ചെയ്തു. നമുക്ക് ഏകദേശം നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:3.5 റേഞ്ചിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡിൽ നമുക്ക് ഇന്നലത്തെ ട്രേഡ്സ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ജൂലൈ മാസം ആദ്യമായി നമുക്ക് അത്യാവശ്യം ലോസിലായിരുന്നു. നമ്മൾ ആ ഒരു ലോസൊക്കെ നമ്മൾ ഇന്നലത്തെ ട്രേഡ്സിന് മുന്നേ തന്നെ ഓൾറെഡി ബ്രേക്കിങ്ങിൽ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയിരുന്നു. ഇന്നലത്തെ ഒരു ട്രേഡ്സോടുകൂടി നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയും വരുന്ന ട്രേഡ്സുകളിലൊക്കെ അത്യാവശ്യം റിസ്ക് കൂട്ടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രണ്ടാം ഭാഗം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ വ്യൂ ഓൾറെഡി മാർക്കറ്റിൻ്റെ ബെയറിഷ് വ്യൂ ആണ്. അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 1 hour ഡിമാൻഡ് സോണിലാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഡിമാൻഡ് സോണിൽ നമ്മൾ ബുള്ളിഷ് ട്രേഡ്സുകളാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇവിടുത്തെ മറ്റു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡേയുടെ സപ്ലൈ സോണിൽ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹയർ ടൈം ഫ്രെയിം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ 1 hour ഡിമാൻഡ് സോണും അതുപോലെ തന്നെ 4 hour ഡിമാൻഡ് സോണും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയേറെ കൂടുതലാണ്. അപ്പോൾ സ്റ്റിൽ നമ്മൾ മറ്റൊരു ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് എത്തിയാൽ മാർക്കറ്റ് എക്സാക്റ്റ് 63,300 റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. SL നമുക്ക് 63,800 റേഞ്ചിലേക്ക് എന്ത് ചെയ്യാം, SL നമുക്ക് കീപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത ടാർഗറ്റ് വെക്കുന്നത് 4 hour ഡിമാൻഡ് സോൺ ആയിരിക്കും. മാർക്കറ്റ് ഈ 4 hour ഡിമാൻഡ് സോണിലേക്ക് എത്തിയിട്ട് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോൾ റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് 1 hour ഡിമാൻഡ് സോണിലാണ്. പക്ഷേ ഹയർ ടൈം ഫ്രെയിം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ 1 hour ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ സ്റ്റിൽ നമ്മൾ ഈ ഒരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം ഫ്രൈഡേ ആണ്. സാറ്റർഡേ മാർക്കറ്റിന് വോളറ്റിലിറ്റി കുറവാണ്. നിങ്ങൾക്കറിയാം സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ മാർക്കറ്റ് വലിയ വോളറ്റിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രേഡ്സ് ഇപ്പം ഇന്ന് ഇവിടത്തേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് സ്റ്റിൽ അത് ചെറുതായി ഹോൾഡ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ട് ഇത് ബ്രേക്ക് ചെയ്യുമോ, അതല്ല 1 hour ഡിമാൻഡ് സോൺ സ്ട്രോങ് ആയ ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. സ്റ്റിൽ നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് ഏകദേശം 49,000 റേഞ്ചിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിൽ ഷോർട്ട് എൻട്രികളാണ് കൂടുതലും നോക്കാറ്. മാർക്കറ്റ് അതുകൊണ്ടാണ് നമ്മൾ ഈ 1 hour ഡിമാൻഡ് സോണിൽ ഇത്തിരി ബൈ എൻട്രി നോക്കാതിരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ സോണിൽ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ട്രേഡ്സിന്റെ അല്ലെങ്കിൽ ഈ ട്രേഡിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നാളത്തേക്ക് നമുക്ക് അറിയാൻ സാധിക്കും. നാളെ നമുക്ക് എന്തായാലും വൈകിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.